എന്താ സാർ? ആ പാട്ട് പാടുന്ന പയ്യനില്ലേ പല ശബ്ദത്തില്, അയാളെ വിളിച്ചു വന്നേ. വിളിക്കണോ? നിന്റെ കാര്യത്തിന് തീരുമാനമായിട്ട് അങ്ങ് വാങ്ങി. ഇവനെ എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് വേട്ടാ. അപ്പൊ തന്നെ പറഞ്ഞോട്ടെ. ഇവനോട് ഞാൻ പറഞ്ഞ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചപ്പോ അവൻ പറയാ പുട്ടുണ്ടാക്കാൻ പറ്റില്ല, വേണേ പാട്ടുണ്ടാക്കി തരാന്ന്. പുട്ടും കടലക്കറിയും ചോദിക്കുന്നവരുടെ അടുത്ത് പാട്ടും കടലക്കറിയും കൊടുക്കാൻ പറ്റുമോ? ഈ പാട്ട് കടലക്കറിയിൽ മുക്കിയ എന്തെങ്കിലും രുചി ഉണ്ടാവോ? നീ അതൊക്കെ പോട്ടെ, ഈ പാട്ടിനകത്ത് വല്ല ചില്ലക്ഷരവും കിടന്ന് ഞാൻ തൊണ്ടയിൽ പോയി സ്വനബോധകം പൊട്ടി അയാൾ ചത്തുപോകൂലേ? ഇല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ പാട്ടുകാരൻ അരുൺ. അങ്ങനെ വലിയ പാട്ടൊന്നല്ല കേട്ടോ. ഇവിടെ പിച്ചക്കാര് വരെ അടിപൊളിയായിട്ട് പറഞ്ഞു. പിച്ചക്കാർക്ക് വരെ പാട്ട് വരെ ഉണ്ട്. കേട്ടല്ലേ? പിച്ച വെച്ച നാൾ മുതൽ കൃതി എന്റെ സ്വന്തം എന്റെ സ്വന്തമാ. പിച്ചക്കാർക്ക് വരെയുള്ള പാട്ടാ അത്. നിങ്ങൾക്ക് ആരുടെ ശബ്ദത്തിലുള്ള പാട്ടാ കേൾക്കണ്ടേ? ഗുഡ്. ആയിക്കോട്ടെ. ദുഃഖമേ നീ പോലും കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീയനുരാഗം. ദുഃഖമേ നീ പോലും കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീയനുരാഗം. അടുത്ത ഏതാ പാടണേ? കേസ് ജോർജ്. മുളം കാടുകളിൽ നല്ലല്ലോ പാടി വരും തന്നലേ തന്നലേ. മുളം കാടുകളിൽ നല്ലല്ലോ പാടി വരും തന്നലേ തന്നലേ. അല്ലിമലർകാവുകളിൽ വള്ളികളിൽ ഊയലാടും തന്നലേ തന്നലേ. അല്ലിമലർകാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ 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 തെന്നലേ. അറിഞ്ഞില്ല നിന്റെ തൊണ്ടയിൽ ഇത്രയും പാട്ടുകാരുടെ ശബ്ദം കുരുങ്ങി കിടക്കുന്ന വിവരം ഈ ചാച്ചൻ അറിഞ്ഞില്ല. നീ ഇനി പുട്ടും ഉണ്ടാക്കണ്ട, പയറുണ്ടാക്കണ്ട, ഇതെല്ലാം നിനക്ക് ഞാൻ ഉണ്ടാക്കി തരും. നീ പാടാ മോനെ. നിന്നെ പുട്ട് നിന്റെ അണ്ണാക്കിൽ തള്ളി നിന്റെ സംഗീതം ഞാൻ